ദൈവാരാധനയ്ക്കായിട്ട് ഒരുമിച്ച് ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ അഭിവാദനം ഞാൻ അറിയിക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് വരെയാണ് ഇന്ന് ആൾക്കാർ നമ്മളോട് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പ്രിയ സഹോദരനും കുടുംബത്തിനും പ്രത്യേകമായിട്ട് ഞങ്ങൾ വന്ദനം പറയുന്നു. ഈ ആഴ്ചയിൽ ഞങ്ങൾക്കൊരു കൊച്ചുമകളെ കിട്ടി. അവളുടെ ജനനത്തോടനുബന്ധിച്ച് നിങ്ങൾ ചില നാളുകളായി പ്രാർത്ഥിച്ചു വരികയായിരുന്നു. അതിനുള്ള പ്രത്യേകമായ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 14-ാമത്തെ അധ്യായത്തിലെത്തിയിട്ടുണ്ട്. 14-ാമത്തെ അധ്യായത്തിൽ വരുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ നമ്മൾ 14-ാമത്തെ അധ്യായത്തിലെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തയുടെ അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനമായി 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പസ്തലന്മാരുടെ പക്ഷത്തിലും ആയി. അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലുസ്ട്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി. ഗാന്ധി എന്ന പേരിലുള്ള ഒരു മൂവിയുണ്ട്. ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള മൂവിയാണ്. അതിൽ ഗാന്ധിയായിട്ട് അഭിനയിക്കുന്നത് ബെൻ കിങ്സ്ലി എന്ന് പറയുന്നയാളാണ്. 1986 അത് റിലീസ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. ഗാന്ധിയായിട്ട് അഭിനയിച്ചതിന് ബെൻ കിങ്സ്ലിക്ക് ഓസ്കാർ അവാർഡ് വരെ കിട്ടിയതാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മൂവി കേട്ടോ. ഞാൻ പെന്തിക്കോസ്തനായിരുന്നതുകൊണ്ട് മൂവി കാണാനായിട്ട് ഞങ്ങളെ വിടത്തില്ല. ഞങ്ങൾ അമേരിക്കയിൽ ചെന്നപ്പോൾ പിന്നെ സ്വാതന്ത്ര്യമായല്ലോ. ഞാൻ ആദ്യമായി ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി കണ്ട മൂവി എന്ന് പറയുന്നത് ഗാന്ധി എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ അതിലെല്ലാ രംഗവും എനിക്ക് ഓർമ്മയില്ല, എന്നാൽ അതിൽ ഒരു രംഗം എൻ്റെ ഓർമ്മയിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ആയിരുന്ന കാലത്ത്, അദ്ദേഹം അവിടെ ഒരു ലോയറായിട്ട്, ബാരിസ്റ്റർ എന്നാണ് പറയുന്നത്, ആയിരുന്ന കാലത്ത് അന്ന് കറുത്ത വർഗ്ഗക്കാർ എന്ന് പറയുമ്പോൾ കർമ്മന്മാർ മാത്രമല്ല, ഇന്ത്യക്കാരെയും ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിക്കാനായിട്ട് സമ്മതിക്കില്ല. അതിനുള്ള അനുവാദം ഇല്ല. എന്നാൽ അതിനോടുള്ള പ്രതിഷേധം അറിയിക്കാനായിട്ട് ഗാന്ധി ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് വാങ്ങി. എന്നാൽ ഫസ്റ്റ് ക്ലാസ്സിൽ പോകാൻ തന്നെ സമ്മതിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനോടുള്ള പ്രതിഷേധം അറിയിക്കാനായിട്ട് ആൾക്കാരെയൊക്കെ കൂട്ടി അത് കത്തിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ ടിക്കറ്റ് പരസ്യമായിട്ട് കത്തിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു മെഴുകുതിരിയൊക്കെ ഇങ്ങനെ വെച്ച് ഈ അനേകം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, പോലീസുമുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ ഇദ്ദേഹം ഈ ടിക്കറ്റ് കത്തിക്കാനായിട്ട് ആ മെഴുകുതിരിയുടെ ആ തീജ്വാളത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പോലീസ് ഇദ്ദേഹത്തിന് കൈക്ക് അടിക്കുമ്പം കൈ പെട്ടെന്ന് താഴോട്ട് പോകും. അതിനുശേഷം അതേ ശക്തിയിൽ പിന്നെയും ഇദ്ദേഹം ഇത് കത്തിക്കാനായിട്ട് കൊണ്ടുവരും. അന്നേരം പിന്നെ അടിക്കും. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം അടിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായ ആ നിശ്ചയദാർഢ്യം, അതായത് എത്ര തല്ലിയാലും
ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. എന്നാൽ ആ ഒരു നിശ്ചയദാർഢ്യം അത് ശ്രദ്ധിക്കുന്ന ഏത് മനുഷ്യർക്കും ഒരു വെല്ലുവിളിയായിട്ടുള്ള നിശ്ചയദാർഢ്യമാണ്. സുവിശേഷത്തിൽ നിന്ന് പിന്മാറാനായിട്ട് നിങ്ങൾക്ക് എത്രയും സമ്മർദ്ദം വേണം? എനിക്ക് എത്രയും സമ്മർദ്ദം വേണം? എത്ര പ്രാവശ്യം അതിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചാൽ പിന്മാറാം എന്ന് നമ്മൾ ചിന്തിക്കും? അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും സുവിശേഷത്തെക്കുറിച്ചുള്ള അവളുടെ ബോധ്യ നിമിത്തം, അതിനെക്കുറിച്ചുള്ള ധൈര്യ നിമിത്തം എന്ത് പ്രതികൂലം വന്നാലും അതിനെ തരണം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഗാന്ധിയെ പോലൊന്നല്ല കേട്ടോ, അതിനേക്കാളൊക്കെ കവിഞ്ഞ ഒരു നിശ്ചയദാർഢ്യമാണ് സുവിശേഷത്തെ സംബന്ധിച്ച് അവർക്കുള്ളത്. നിങ്ങൾ 13-ാമത്തെ അധ്യായത്തിന് അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, അന്ത്യോക്യയിൽ നിന്ന്, പിസിദ്യൻ അന്ത്യോക്യയിൽ നിന്ന് ബർന്നബാസിനെയും പൗലോസിനെയും ബർന്നബാസിനെയും അവർ ഒരു പേപ്പെട്ടിയെ പോലെ അടിച്ച് ഓടിക്കുക ചെയ്തത്. അവരവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോവുകയാണ്. എന്നിട്ട് 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് ജീവരക്ഷാർത്ഥം നിങ്ങൾ ഓടി, സുവിശേഷത്തെ പ്രതി ഉള്ള പീഡ നിമിത്തം ജീവിക്കുവാൻ കഴിയുകയില്ല എന്നൊരു സാഹചര്യം വന്ന് നിങ്ങൾ ഓടിപ്പോകുമ്പോൾ അടുത്ത പഠനത്തിൽ ചെന്നാൽ എന്താ ചെയ്യുക? ഞാൻ പറയാം, അതിനെക്കുറിച്ച് പറയുന്നത് വി വിൽ ബി ലിക്കിങ് അവർ വൂണ്ട്സ്. നമുക്ക് വന്നതായിരിക്കുന്ന മുറിവുകളൊക്കെ ഓർത്ത് അതിനെക്കുറിച്ചൊക്കെ സങ്കടപ്പെട്ട് പരിതപിച്ച്, അല്ലേ? വി വിൽ ബി ലിക്കിങ് അവർ വൂണ്ട്സ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞ പോലെ, എനിക്ക് ഒരു ചെറിയ ശിശുവാകുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ കുനിഞ്ഞുകൂടി എൻ്റെ കയ്യുമൊക്കെ ചപ്പി അങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. എങ്ങനെയാ അപ്പോസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും പ്രതികരണം? എങ്ങനെയാ അവർ പ്രതികരിച്ചത്? ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. ഒരത്ഭുതമല്ലേ അത്? അതൊരത്ഭുതമല്ലേ? ഇത്രമാത്രം ദുരിതവും ബുദ്ധിമുട്ടും വേദനകളും പ്രതികൂലങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ച്, സുവിശേഷത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ ഭയപ്പെട്ട് പിന്മാറുകയല്ല. അവർ വളരെ ധൈര്യത്തോടുകൂടെ അവിടെയുള്ള മനുഷ്യരോട് സുവിശേഷം പറയാനായിട്ടാണ് തീരുമാനിച്ചത്. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. സുവിശേഷത്തിൻ്റെ ഉറപ്പ്, സുവിശേഷത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധൈര്യം എന്നത് സുവിശേഷം പറയാനായിട്ട് നമ്മളെ നിർബന്ധിക്കും. അങ്ങനെ സുവിശേഷം പറഞ്ഞാൽ സുവിശേഷം വിശ്വസിക്കാനായിട്ട് ദൈവം മനുഷ്യരെ ഒരുക്കും എന്നതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തിലുള്ള ധൈര്യം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ച് ആ ഉറപ്പിൽ ദൈവത്തിൻ്റെ വചനം പറയുവാൻ നാം മനസ്സ് വയ്ക്കുമ്പോൾ വിശ്വസിക്കാനായിട്ട് മനുഷ്യരെ ദൈവം ഒരുക്കും എന്നതാണ് ഞാൻ ആദ്യമേ പറയാൻ പോകുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിലും തൻ്റെ സുവിശേഷത്തിലും ഉറക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവും സുവിശേഷവുമാണ്. അതിനെക്കുറിച്ചുള്ള ഉറപ്പ് എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യം എല്ലായ്പ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഹൗ കൺവിൻസ്ഡ് ഐ ആം അബൌട്ട് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ മൂല്യത്തെക്കുറിച്ച്, അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് എനിക്ക് എത്രത്തോളം ഉറപ്പുണ്ട്? നിങ്ങൾക്ക് എത്രത്തോളം ഉറപ്പുണ്ട്? സുവിശേഷം അടിത്തറയാക്കി, അടിസ്ഥാനമാക്കി ആ സുവിശേഷത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല എന്ന് മാത്രമല്ല, ആ സുവിശേഷം എവിടെയും പറയും. ഒരവസരം ലഭിച്ചാൽ എവിടെയും അത് പറയും എന്നുള്ള ഒരു തീരുമാനം നമുക്കെല്ലാവർക്കും വേണം. ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. അപ്പോൾ തന്നെ പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറഞ്ഞത് പച്ചയായ പരമാർത്ഥമാണ് കേട്ടോ. ഹി ഈസ് നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ലജ്ജയില്ല. അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും സുവിശേഷം പ്രഘോഷിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രഘോഷിക്കാനുള്ള ധൈര്യം, സുവിശേഷം സത്യമാണ്
എന്നുള്ള ഉറപ്പും സുവിശേഷത്താൽ അല്ലാതെ മനുഷ്യർക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന ഉറച്ച ബോധ്യവുമാണ് അതിന് കാരണമായി തീർന്നത്. നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ? സുവിശേഷത്താൽ അല്ലാതെ മനുഷ്യർക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. സുവിശേഷമെന്ന് പറയുന്നത് ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ഒരുക്കിയ ഏക ക്രമീകരണമാണ്. ഈ സുവിശേഷമാണ് ഏറ്റവും പ്രാധാന്യമുള്ള ക്രമീകരണം. ആ ബോധ്യമാണ് ഇത്രയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ സംഭവിച്ചതായിട്ട് പോലും അവരുടെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് തോന്നില്ല കേട്ടോ. തല്ലും അടിയുമൊക്കെ ഏറ്റ് അപമാനം സഹിച്ച് ഓടി വന്ന ചില മനുഷ്യരാണ് ഇത് പറയുന്നത് എന്ന നിലയിലല്ല അവർ സംസാരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ഉറപ്പ്, സുവിശേഷത്തെക്കുറിച്ചുള്ള ബോധ്യം, ധൈര്യത്തോടുകൂടെ സുവിശേഷം പറയുവാനായിട്ട് അവരെ നിർബന്ധിച്ചു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അത് എന്നോടും നിങ്ങളോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഹൗ കോൺഫിഡൻറ്റ് ആർ യു എബൌട്ട് ദ ഗോസ്പൽ? സുവിശേഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധൈര്യം എങ്ങനെയുണ്ട്? സുവിശേഷത്തിലുള്ള നിങ്ങളുടെ ഉറപ്പ് എങ്ങനെയുണ്ട്? സുവിശേഷത്തെക്കുറിച്ചുള്ള ബോധ്യം എങ്ങനെയുണ്ട്? അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും സുവിശേഷത്തെക്കുറിച്ചുള്ള അപാരമായ ധൈര്യമുണ്ട്. അത് മനുഷ്യരെ രക്ഷയ്ക്കായിട്ട് ദൈവം ഒരുക്കിയ ഏക ക്രമീകരണമാണ് എന്നവർക്കറിയാം. അതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. യു വാച്ച് ദം. ചിലർ പറയുമല്ലോ, സംസാരിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെങ്കിൽ ജീവിതത്തിലില്ല എന്ന് പറയും. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കേട്ടോ. സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി എന്ത് കഷ്ടവും സഹിക്കുവാനായിട്ട് അവർ തയ്യാറാണ് എന്നതാണ് നമ്മൾ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ധൈര്യത്തിൽ അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഡേ എന്ന് പറയുന്ന പ്രസ്താവനയോടുകൂടെയാണ്, നൗ എന്ന് പറയുന്ന പ്രസ്താവനയോടുകൂടെയാണ് ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നത്. മലയാള പരിഭാഷയിൽ അതില്ല, ഇംഗ്ലീഷ് പരിഭാഷയിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലത്തെ കാണിക്കുന്ന ഒരു പ്രസ്താവനയാണത്. ഇത്രമാത്രം ബുദ്ധിമുട്ടും പ്രതികൂലങ്ങളും ഒക്കെ സുവിശേഷത്തിന് വേണ്ടി സഹിക്കേണ്ടി വന്നു എങ്കിലും അവർ സുവിശേഷം പറയാനായിട്ട് ധൈര്യം കാണിച്ചു, അതിനുവേണ്ടി മനസ്സ് വെച്ചു എന്നതാണ് ലൂക്കോസ് അവരോട് നമ്മളോട് പറയുന്ന കാര്യം. അതാണ് ഇക്കോന്യയിൽ, അന്ത്യോക്യയിൽ നിന്ന് ഓടി വന്ന്, അന്ത്യോക്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അവർ ജീവന് ഭീഷണി നേരിട്ട അവസരത്തിൽ ഇക്കോന്യയിൽ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും അവരുടെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് തോന്നുകയില്ല. കാരണം സുവിശേഷത്തിൻ്റെ ധൈര്യം അത്രമാത്രം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ കാര്യം. അവർ ഒരുമിച്ച് സുവിശേഷ വേലയിൽ ഐക്യത എന്ന് പറയുന്നത് വലിയ കാര്യമാകട്ടോ. പൗലോസും ബർന്നബാസും ഒരുമിച്ച് ഏക ഹൃദയത്തോടുകൂടെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. അപ്പോൾ സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം, അല്ലേ? വിശ്വസിപ്പാൻ തക്കവണ്ണം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, സുവിശേഷം പ്രസംഗിക്കുന്നത് മറ്റുള്ളവർക്ക് വിശ്വസിപ്പാൻ കഴിയുന്ന നിലയിലായിരിക്കണം, വിശ്വസിപ്പാൻ കാരണമായ നിലയിലായിരിക്കണം. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ് അതിലെ ഒന്നാമത്തെ കാര്യം. നമ്മൾ സുവിശേഷം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ സുവിശേഷം വിശ്വസിക്കുന്ന ആളാണെന്ന് ആൾക്ക് ബോധ്യപ്പെടണം കേട്ടോ. വി ബിലീവ് ദ ഗോസ്പൽ. നാം സുവിശേഷം വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ പറയാം, സുവിശേഷത്തിൻ്റെ പ്രഘോഷണം മറ്റുള്ളവർ വിശ്വസിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൺവിക്ഷനാണ്, അല്ലെങ്കിൽ ബോധ്യമാണ്, ധൈര്യമാണ്. സുവിശേഷത്തെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണ ധൈര്യമാണ്, അതിനെക്കുറിച്ച് പൂർണ്ണമായിരിക്കുന്ന ഉറപ്പാണ്. അവർ വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ് അവർ പറയുന്നത് എന്ന ആ ഒരു അനുഭവം സുവിശേഷം കേൾക്കുന്ന ആളുകളാണ്. ഇവർ വെറുതെ പറയില്ല, ഇവർ വിശ്വസിക്കുന്ന കാര്യമാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം. അപ്പോൾ അത് സുവിശേഷം നമ്മൾ പറയണം. സുവിശേഷം പറയുന്നത് നാം സുവിശേഷം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നാം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ സുവിശേഷം വിശ്വസിക്കുന്നവരാണ് എന്ന് കേൾക്കുന്നവർക്ക് ബോധ്യമാകും വേണം. സുവിശേഷത്തിൻ്റെ ബോധ്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ ഒരു സുവിശേഷകൻ ഒരു വലിയ കടയുടെ പാർക്കിംഗ് ലോട്ടിൽ ഒരു മനുഷ്യനെ കണ്ടു. മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം അവനോട് സുവിശേഷം പറഞ്ഞു.
സുവിശേഷം പറഞ്ഞിങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഭാര്യ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് വരുന്നത്. അവിടെ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഈ മനുഷ്യൻ എന്താ പറയുന്നത് എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, താങ്കൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് ആ മനുഷ്യൻ്റെ കാര്യമല്ല. ഇറ്റ് ഈസ് നൺ ഓഫ് ഹിസ് ബിസിനസ് ടു നോ വെദർ യു വിൽ ഗോ ടു ഹെവൻ ഓർ നോട്ട്. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പക്ഷേ ആ മനുഷ്യൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ സ്വർഗത്തിൽ പോകണോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാരമാണ് എന്നെനിക്ക് തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞു. ഐ ഫെൽറ്റ് that the way he was speaking to me, it is his business. ഞാൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാരമുണ്ട്, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം, അതിനെക്കുറിച്ചുള്ള കൺസേൺ അദ്ദേഹത്തിനുണ്ട് എന്നെനിക്ക് തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് സുവിശേഷം പറയുന്നത്? നാം സുവിശേഷം പറയുന്നതിൻ്റെ കാരണം സുവിശേഷം സത്യമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. മനുഷ്യർ രക്ഷിക്കപ്പെടണം എന്നതായിരിക്കുന്ന ഈ ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയുന്നത്. അപ്പോൾ ഈ കൺവിക്ഷനാണ് സുവിശേഷ പ്രഘോഷണത്തിലെ ഒന്നാമത്തെ കാര്യം എന്ന് ഞാൻ പറയാം. രണ്ടാമത് പറയുന്നത്, വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. രണ്ടാമത് പറയുന്നത്, നിങ്ങൾ പറയുന്ന സുവിശേഷം വ്യക്തമായ സുവിശേഷം തന്നെ ആയിരിക്കണം. വി നീഡ് ടു ലേൺ ടു ഷെയർ ദ ഗോസ്പൽ. സുവിശേഷം പറയാനായിട്ട് നമ്മൾ പഠിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യരുടെ പാപങ്ങളെ പരിഹരിച്ചിരിക്കുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ ജീവൻ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് എളുപ്പമല്ല, അല്ലേ? തോമസ് ആൻഡേഴ്സൺ എന്നൊക്കെ അറിയാം, സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ കാട് കയറിപ്പോവും. പറഞ്ഞ് ശരിയായ രീതിയിൽ സുവിശേഷം അവതരിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലിയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ സുവിശേഷം പറയാൻ പഠിക്കണം കേട്ടോ. സുവിശേഷം പറയാനായിട്ട് പഠിക്കണം. അതിനെക്കുറിച്ച് ലാറി മോയർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു സുവിശേഷകനുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശ്വാസികൾ സുവിശേഷം പറയാതിരിക്കാനുള്ള കാരണം രണ്ടാണ്. വിശ്വാസികൾ സുവിശേഷം പറയാതിരിക്കാനുള്ള കാരണം രണ്ടാണ്. അതിലൊന്നാമത്തെ കാരണം ഭയമാണ്. അതായത് ഞാൻ സുവിശേഷം പറഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ പോവുക. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ ഒരു സുവിശേഷം പറയുന്നതിന് ഒരു ഭയമുണ്ടല്ലേ, ദ ഫിയർ. നമ്മൾ ആ ഭയത്തെ മറികടക്കാതെ നമുക്ക് സുവിശേഷം പറയാനൊക്കത്തില്ല. പല ആളുകളും ഭയത്തെ മറികടക്കിയാലും മിണ്ടുകയില്ല, നിശബ്ദമായിരിക്കുന്നതല്ലേ എളുപ്പം, ദ ഫിയർ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, സുവിശേഷം പറയാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സുവിശേഷം എങ്ങനെയാണ് പറയേണ്ടത് എന്ന് വിശ്വാസികൾക്ക് അറിയില്ല. ദേ ആർ ഇഗ്നറന്റ് ഹൗ ടു സേ ഇറ്റ്. സുവിശേഷം എങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്രമമായി അവതരിപ്പിക്കുവാൻ കഴിയുന്നത് എന്ന് പലർക്കും അറിയില്ല. ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷം പറയുന്നതിന് അതിനെക്കുറിച്ച് വേറൊരു പ്രസ്താവന ഉണ്ട് കേട്ടോ. സുവിശേഷം ലളിതമായതുകൊണ്ട്, വളരെ ലളിതമാണ് സുവിശേഷം, അതുകൊണ്ട് പറഞ്ഞു പഠിപ്പിക്കാൻ പലപ്പോഴും പ്രയാസം, അല്ലേ? അങ്ങനെയല്ലേ? ദി ഗോസ്പൽ ഈസ് സോ സിമ്പിൾ. ഒരു വാക്കിൽ പറഞ്ഞാൽ തീരുമല്ലോ. യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾ കൊണ്ട് മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ചാൽ സ്വർഗത്തിൽ പോകാം, അതാണ് നമ്മൾ പറയുന്നത്. പക്ഷേങ്കിൽ അത് വളരെ ലളിതമാണെങ്കിലും അത് എത്രയോ ആഴമേറിയ, എത്രയോ വിശാലമായ, ദൈവം യുഗങ്ങൾ കൊണ്ട് ക്രമീകരിച്ച ഒരു പദ്ധതിയുടെ ആ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മൾ അവരോട് പറയുന്നത്, അല്ലേ? അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ സ്പർശിച്ച് മനുഷ്യർക്ക്, കേട്ട ആളുകൾക്ക് അവർക്ക് മനസ്സ് വെച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ അത് പറയാനായിട്ട് നമ്മൾ പഠിക്കണം. ക്യാമ്പസ് ക്രൂസൈഡുകാർക്കൊരു രീതിയുണ്ട്. ക്യാമ്പസ് ക്രൂസൈഡുകാർക്ക് എത്ര സ്പിരിച്വൽ ലോസാണ്? 4 സ്പിരിച്വൽ ലോസ് എന്ന് പറഞ്ഞ് ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ എല്ലാ വിശദീകരണത്തോടും എനിക്ക് യോജിപ്പില്ലെങ്കിലും തരക്കേടില്ലാത്ത ഒരു രീതി എന്ന് ഞാനതിനെക്കുറിച്ച് പറയും. പിന്നെ ഗുഡ് ന്യൂസ് ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞൊരു രീതി ഉണ്ട്. പിന്നെ ഫ്ലോറിഡയിലുണ്ടായിരുന്ന കെന്നഡി എന്ന് പറയുന്ന ആൾ അവതരിപ്പിച്ചതായിരിക്കുന്ന ഒരു സുവിശേഷ വിശദീകരണ രീതി ഉണ്ട്.
അത് നല്ല രീതിയാണ്. അപ്പം നിങ്ങൾ സുവിശേഷം പറയാനായിട്ട് ഒരു രീതി സ്വീകരിക്കണം. സുവിശേഷം പറയാനായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് സുവിശേഷം പറയാൻ അറിയില്ലെങ്കിൽ നമുക്കതിനൊരു ക്ലാസ്സൊക്കെ വയ്ക്കാം കേട്ടോ. സുവിശേഷം എങ്ങനെയാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാസ് വയ്ക്കാം. എന്നിട്ട് നമുക്കതിന് പരിശീലനം. ലാറി മോയർ, ഞങ്ങൾ അമേരിക്കയിൽ ആയിരുന്ന കാലത്ത് അദ്ദേഹം പല വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുവിശേഷം ഷെയർ ചെയ്യുന്ന രീതിയാണ് ഗുഡ് ന്യൂസ്, ബാഡ് ന്യൂസ്, ഗുഡ് ന്യൂസ് അപ്രോച്ച് എന്ന് പറയുന്നതായിരിക്കുന്ന രീതി. അപ്പോൾ വ്യക്തമായ രീതിയിൽ സുവിശേഷം പറയാനായിട്ട് പഠിക്കണം. അത് സുവിശേഷം പറയുന്നതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അനേകർ അതിനെക്കുറിച്ച് പറയുന്നത് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ദൈവം തിരഞ്ഞെടുത്തവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ചിലത് ശരിയാ, അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. പക്ഷെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തിയ ആളുകൾ സുവിശേഷം വിശ്വസിക്കുന്നത് ആ സുവിശേഷം വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുത്തിയാണ്, അല്ല യാന്ത്രികമായിട്ടല്ല. അപ്പം അതുകൊണ്ട് മനുഷ്യരോട് വ്യക്തമായി സുവിശേഷം പറയുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. നമ്മൾ സുവിശേഷം വ്യക്തമായി പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ സുവിശേഷം മനുഷ്യരുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയും വിധം അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് ശരി. ബട്ട് നമ്മളുടെ അജ്ഞത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ ആ നിലയിലല്ല ദൈവം പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത്. വ്യക്തമായ രീതിയിൽ സുവിശേഷം പറഞ്ഞ് ആളുകൾക്ക് ബോധ്യം വരത്തക്ക രീതിയിൽ സുവിശേഷം വിശദീകരിച്ചു കൊടുത്ത് ആ നിലയിൽ പറയാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യർ വിശ്വസിക്കുവാൻ കഴിയുന്ന സുവിശേഷ പ്രഘോഷണം ഏതാണ് എന്ന് ചോദിച്ചാൽ സുവിശേഷത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലുള്ള സുവിശേഷ പ്രഘോഷണമാണ്. ഈ പറയുന്നയാൾ ഇത് വിശ്വസിക്കുന്ന കാര്യമാണെന്നുള്ള ബോധ്യം കേൾക്കുന്നവർക്കുണ്ടാകണം. രണ്ടാമത് ഈ പറയുന്ന കാര്യം എന്താണ് എന്നവർക്ക് ബോധ്യമാകണം. സുവിശേഷം നമ്മൾ വ്യക്തമായിട്ട് പറയണം. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സുവിശേഷത്തിൽ ധൈര്യപ്പെട്ട് വ്യക്തമായി സുവിശേഷം പറയുവാൻ മനസ്സ് വെച്ചാൽ സുവിശേഷം വിശ്വസിക്കാനായിട്ട് ദൈവം അനേകം മനുഷ്യരെ ഒരുക്കും എന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ മനുഷ്യർ രക്ഷിക്കപ്പെടും. അത് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അല്ലേ? കാര്യം എന്താ? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്ലേ? നിങ്ങൾ സുവിശേഷം പറഞ്ഞ ആൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങൾ സുവിശേഷം പറയുന്നില്ല, അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തത്. സുവിശേഷത്തിൽ ധൈര്യം പ്രാപിച്ച് വ്യക്തമായ രീതിയിൽ നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ നിങ്ങളിലൂടെ അനേകം മനുഷ്യരെ രക്ഷിക്കപ്പെടും. അതാണ് ദൈവത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങൾ ആരെയും രക്ഷയിലേക്ക് നടത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളത് ആരംഭിച്ചാൽ ചില അത്ഭുതങ്ങൾ കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പ് തരുന്നു. ചില മനുഷ്യരെ ദൈവം രക്ഷിക്കും, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പാണ്, വാഗ്ദാനമാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ സോണി സഹോദരൻ, തോമസ് ആന്റണി സഹോദരനൊക്കെ ഒരുപാട് എന്താ പറയുന്നത് നടക്കുകയും ചിലരൊക്കെ പത്സിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില മനുഷ്യർ വിശ്വസിച്ചു അല്ലേ? അത് അത്ഭുതമാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ. സുവിശേഷം പറഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കും. എല്ലാവരും ഒന്നും വിശ്വസിക്കത്തില്ല, ശരിയാണ്, അത് ശരിയാണ്. എന്നാൽ സുവിശേഷത്തിലുള്ള ധൈര്യം നിമിത്തം ഞാനൊരിക്കൽ ഞാൻ പറയാം, നമ്മുടെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എനിക്ക് ആ വിഷയത്തിൽ ഇഷ്ടമാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടാൽ അറിയാം അദ്ദേഹം സുവിശേഷം വിശ്വസിക്കുന്ന ഒരാളാണ്. ചില അവസരങ്ങൾ സുവിശേഷം ഞാൻ പരസ്യങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള ചില ആളുകൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന്. ഞങ്ങൾക്ക് പേടി വന്നെന്ന് കേട്ടിട്ട്. സുവിശേഷം വിശ്വസിക്കുന്ന ആളുകൾ സുവിശേഷം വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ സുവിശേഷത്തെ മനുഷ്യഹൃദയങ്ങൾ ഉപയോഗിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ട്രൈ ഇറ്റ് ആൻഡ് സീ ദ റിസൾട്ട്സ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതിനാഗ്രഹമുണ്ടോ? ട്രൈ ഗോഡ്. ദൈവം പറഞ്ഞ വചനവും ദൈവം തന്ന സുവിശേഷവും നിങ്ങൾ പറയുക. മനുഷ്യർ വിശ്വസിക്കും, നിങ്ങളിലൂടെ ദൈവം മനുഷ്യരെ രക്ഷിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പം അതുകൊണ്ട് അനേകം മനുഷ്യർ രക്ഷിക്കപ്പെടുവാൻ കാരണമായ നിലയിൽ അവരെ സംസാരിച്ചു. സുവിശേഷം പറയണം. ഒരു പ്രസ്താവന ഉണ്ടല്ലോ, അത് സുവിശേഷം യു നീഡ് ടു ഇവാഞ്ചലൈസ് ബട്ട് യൂസ് വേർഡ്സ് ഇഫ് നെസസറി എന്ന് പറയുന്ന ഒരു അത്
പ്രസിദ്ധമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രസ്താവനയല്ല പറഞ്ഞിട്ടുള്ളത്. അത് സുവിശേഷം പ്രസംഗിക്കണം, വാക്കുകൾ ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കണമെന്ന്. അത് ശരിയല്ല കേട്ടോ. സുവിശേഷം പ്രസംഗിക്കാൻ വാക്കുകൾ ഉപയോഗിച്ചേ മതിയാകുള്ളൂ. നിങ്ങൾ എത്ര നന്നായിട്ട് ജീവിച്ചാലും സുവിശേഷം മറ്റൊരു മനുഷ്യന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങളുടെ വായ് തുറന്ന് സുവിശേഷം അവരോട് പറയണം. സുവിശേഷം പറയാതെ സുവിശേഷം വിശ്വസിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. സുവിശേഷത്തിന് അനുസൃതമായ രീതിയിൽ ജീവിക്കണം കേട്ടോ, അത് വേറെ കാര്യമാണ്. നമ്മൾ സുവിശേഷം പറയും, ഞാൻ പറയാം, സുവിശേഷം പറയുന്ന ആൾ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടൊരു നിർബന്ധം കൂടി അവർക്കുണ്ടാവും കേട്ടോ, അല്ലേ? ഞാൻ സുവിശേഷം പറഞ്ഞു നടക്കുന്ന ആളാ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ എന്നെ ആൾക്കാർ സുവിശേഷം പറയുന്ന ആളായിട്ട് കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ അവർ പറയും സുവിശേഷം പറയുന്ന ആളാ ഇങ്ങനാണോ എന്ന് ചോദിക്കൂലേ. അപ്പം അതുകൊണ്ട് സുവിശേഷം പറയുന്നത് നന്നായി ജീവിക്കാനുള്ള ഒരു നിർബന്ധം കൂടെയാണ് സുവിശേഷം നമ്മൾ പറയണം. ശരി, രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. രണ്ടാമത് വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അത് പരിഭാഷ പോലെ കേട്ടോ. ഇംഗ്ലീഷിലെ പരിഭാഷ നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് പറഞ്ഞേക്കുന്നത്? അവർ ഇളക്കി എന്ന് പറയുന്ന കാര്യമുണ്ട്. അവർ മനസ്സിനെ വഷളാക്കി എന്നുള്ളതിനേക്കാളും മെച്ചമായിരിക്കുന്നൊരു പദപ്രയോഗമുണ്ട്. എങ്ങനെയാ? ദേ പോയിസൺ. ദാറ്റ് ഈസ് എ ഗുഡ് ട്രാൻസ്ലേഷൻ. അവർ വിഷം കുത്തിവെക്കുക എന്നാണ്. അതാണ് രണ്ടാമത് പറയാനാകുന്നത്. സുവിശേഷ വിരോധികൾ സുവിശേഷം മനുഷ്യർ വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വിഷം കുത്തിവെക്കുന്ന മനുഷ്യരാണ്. അതാണ് സുവിശേഷത്തിനെതിരെയുള്ള പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നതാണ്. സുവിശേഷ വിരോധികൾ സുവിശേഷം മനുഷ്യർ വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളിൽ വിഷം കുത്തിവെക്കുന്ന മനുഷ്യരാണ്. ഇന്ന് ലോകത്തിൽ സുവിശേഷം വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണമുള്ള വിഷം സുവിശേഷ വിരോധികൾ മനുഷ്യരുടെ ഹൃദയത്തിൽ കുത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ലോകത്തിലുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. മതങ്ങളെല്ലാം അതാ ചെയ്യുന്നത് കേട്ടോ. സുവിശേഷം വിശ്വസിക്കാതിരിക്കാനായിട്ട് മനുഷ്യരുടെ മനസ്സിൽ അവരെന്ത് ചെയ്യും? വിഷം കുത്തിവെക്കും. ശശികല ടീച്ചർ എന്താ ചെയ്യുന്നത്? വിഷമല്ലേ? അവരെന്താ പറയുന്നത്? സുവിശേഷം മനുഷ്യർ ഹിന്ദുക്കൾ ആരും സുവിശേഷം വിശ്വസിക്കരുത്. കാര്യം എന്താ? കാര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഫോറിൻ സംവിധാനമാണ് നമ്മുടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട്. അതുകൊണ്ട് സകല ശക്തി ഉപയോഗിച്ച് ഈ ആശയത്തെ എതിർക്കണം എന്നാണ് അവർ പറയുന്നത്. അയ്യോ, ആൾ സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ വിഷം അകത്ത് കിടപ്പുണ്ട്. ആ വിഷം പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, ഞങ്ങളുടെ സംസ്കാരം ഇല്ലായ്മ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാ അല്ലേ? അങ്ങനെയല്ലേ പറയുന്നേ? രാജി സഹോദരി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വിഷം കുത്തിവെച്ചിരിക്കുകയാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ. ഈ പറയുന്ന ബജരംഗ് തെള്ളുകാരനും ഈ പറയുന്ന ആളുകളും ഒക്കെ അവർ ഈ വിഷം അവരുടെ ഹൃദയത്തിൽ കടന്ന് അങ്ങനെ നിൽക്കുക. അതുകൊണ്ടാണ് അവർ ഇത്രയും ആക്രോശിക്കുന്നത്. സുവിശേഷം കേൾക്കുമ്പോൾ ഇത്രയും പ്രകോപനം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നതാണ് മനുഷ്യ ഹൃദയങ്ങളെ വിഷം കുത്തിവെച്ച് സുവിശേഷത്തിനെതിരെ നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷം മാറത്തക്ക രീതിയിൽ അവരുടെ ജീവിതത്തിൽ കുത്തിവെച്ചിരിക്കുന്ന വിഷം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് സുവിശേഷം പറയാൻ വളരെ സഹായകരമാകട്ടോ. മുസ്ലിങ്ങളെക്കുറിച്ചും കൂടെ ഞാനൊരു കാര്യം പറയാം. മുസ്ലിങ്ങളെക്കുറിച്ച് പറയാം. എൻ്റെ ഭാര്യ പറയുന്ന പോലെ മൊട്ടേന്നിങ്ങോട്ട് വിരിയുമ്പോൾ തന്നെ മൊട്ടേന്നിങ്ങോട്ട് വിരിഞ്ഞു വരുന്ന മുസ്ലിം പിള്ളേരെ കണ്ടറിയാം. അവരെന്താ പറയുക? അവർ രണ്ട് കാര്യം അറിയാം. അതെന്താണെന്ന് ചോദിച്ചാൽ ബൈബിള് തിരുത്തപ്പെട്ട പുസ്തകമാണ്. യേശുക്രിസ്തു മരിച്ചിട്ടുമില്ല. യേശുക്രിസ്തു മരിച്ചിട്ടില്ല. യേശുക്രിസ്തു ദൈവമല്ല. യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. ഇതാണ് അവർ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ സുവിശേഷം നമ്മളങ്ങോട്ട് പറയാൻ ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന സാധനം ഏതായാലും തിരുത്തിയ പുസ്തകത്തിൽ നിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അസ്വീകാര്യമായ കാര്യമല്ല. പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറയാൻ വരുന്നത് എനിക്കറിയാം. യേശുക്രിസ്തു ദൈവമെന്ന് പറയാനല്ലേ നിങ്ങൾ വരണേ. പക്ഷേ ഞങ്ങൾക്കറിയാം യേശുക്രിസ്തു ദൈവമല്ല, പ്രവാചകൻ മാത്രമാണ്. യേശുക്രിസ്തു മരിച്ചു എന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്? മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് ലീ സ്ട്രോബിൾ എന്ന് പറയുന്ന അദ്ദേഹം വളരെ പ്രസിദ്ധനായിരിക്കുന്ന ആളാണ് അല്ലേ, ലീ സ്ട്രോബിൾ. അദ്ദേഹം ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ നിഷേധിക്കുന്ന കാര്യങ്ങൾ,
നിങ്ങൾ നിഷേധിക്കുന്ന കാര്യങ്ങൾ. യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു മരിച്ചിട്ടില്ല, യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾ പരിഹരിക്കുകയില്ല എന്ന് പറയുന്ന ഈ കാര്യം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടേണ്ടതിന് വിശ്വസിക്കണമെന്ന് ബൈബിൾ പറയുന്ന അതേ കാര്യം തന്നെയാണ്. ബൈബിൾ ഒരു മനുഷ്യൻ രക്ഷപ്പെടുവാനായിട്ട് എന്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുവോ ആ വസ്തുക്കളുടെ നിഷേധമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രഖ്യാപനം എന്ന് പറയുന്നതാണ്. He said, I am amazed that the things that you are saying that I should not believe is exactly the message that the Bible proclaims for me to believe and to be saved. ഞാൻ രക്ഷിക്കപ്പെടുവാൻ വിശ്വസിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആ സന്ദേശമാണ് നിങ്ങൾ നിഷേധിക്കുന്ന സന്ദേശം അല്ലേ? യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ, യേശുക്രിസ്തു മരിച്ചിട്ടില്ലെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ കഴിയുകയില്ലെങ്കിൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? അപ്പോൾ വിഷം കുത്തിവെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു മുസ്ലിമിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ്റെ മുഖം കാണുന്ന കാര്യം അല്ലേ, അത് ആ നിലയിലാണ്. അപ്പം അതുകൊണ്ട് അതിനെ മറികടക്കാനായിട്ട് അപ്പം ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വിഷം, കത്തോലിക്കർക്ക് കൊണ്ട് കേട്ടോ വിഷം. കത്തോലിക്കരെന്തോ പറയുന്നത്, തോമസ് ആൻഡ് സഹോദര, സുവിശേഷവുമായിട്ട് ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവരെ വീട്ടിൽ കയറ്റരുത്, സുവിശേഷം കേൾക്കാൻ പാടില്ല. അതാണ് കത്തോലിക്കർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യം. അതാ അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ലോകത്തിലുള്ളതായിരിക്കുന്ന ദുഷ്ടന്മാര്, സുവിശേഷ വിരോധികളായിരിക്കുന്ന ഈ ആളുകൾ വിഷം കുത്തിവെച്ച മനുഷ്യരോടാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. എന്നാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ആശയങ്ങൾ അടിസ്ഥാനരഹിതമാണ്, ഇവർ പറയുന്ന കാര്യങ്ങൾ സ്വീകാര്യമല്ല, അത് സത്യത്തിന് വിരുദ്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ടത് വളരെ ആവശ്യമാണ്. ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്നയാൾ ക്രിസ്തീയ വിശ്വാസമെന്ന് പറയുന്നത് വൈദേശികമാണ് എന്നതിനെതിരായിട്ട് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു കർത്താവ് യേശുക്രിസ്തു സൃഷ്ടിച്ച ഭൂമിയിൽ എവിടെയാണ് കർത്താവ് വൈദേശികനായിരിക്കുന്നതെന്ന് ചോദിച്ചു. Where is Jesus Christ a foreigner in the land that he has created? കർത്താവ് യേശുക്രിസ്തു സൃഷ്ടിച്ച ഭൂമിയിൽ കർത്താവ് യേശുക്രിസ്തു എവിടെയെങ്കിലും വൈദേശികനാണോ എന്നദ്ദേഹം ചോദിച്ചു. അതുപോലെ ഞാൻ പറയാം, ബൈബിൾ തിരുത്തി എന്ന് പറയുന്നതായിരിക്കുന്ന ഇസ്ലാമിക ആശയം എന്ന് പറയുന്നത് വെറും അസത്യജടിലമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ഇന്ന് ഒരുപാട് തെളിവുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നതിനേക്കാളും വ്യക്തമായിരിക്കുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമില്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ. അത് ക്രിസ്തീയ വിശ്വാസം വേണ്ടോ, സെക്യുലർ ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസിനോടൊക്കെ ചോദിച്ചു നോക്കൂ, ലോകത്തിൽ ഒരു ചരിത്രകാരൻ നിഷേധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് യേശുക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്നൊക്കെ ഇവരിങ്ങനെ തൻ്റെ ഇടമായിട്ട് പറയാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കാമോ? അപ്പോൾ അതിനെക്കുറിച്ച് ഹെയ്ബർമാസ് എന്ന് പറയുന്ന ഗേരി ഹെയ്ബർമാസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ലോകത്തിലുള്ള ഒരു ചരിത്രകാരനെ, ഒരു ചരിത്ര പ്രൊഫസറെയോ യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾ പറയുന്ന കാര്യം എനിക്കൊന്ന് കാണണം എന്ന് അദ്ദേഹം പറഞ്ഞു. He said there is not a single historian of the ancient world can say that Jesus never died. യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയാൻ സാധ്യതയുള്ള ഒരു ചരിത്രകാരനും ഇല്ല. അപ്പം അത്രയും വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം നമ്മളെന്തിനെങ്കിലും പേടിച്ച് നിൽക്കുന്നതിന് അല്ലേ? അപ്പം അതുകൊണ്ട് ഇവർ പറയുന്ന ഈ വിഷം കുത്തിവെക്കുന്ന ഈ കാര്യങ്ങൾ എത്ര അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യം നമ്മൾ സ്നേഹത്തോടുകൂടെ പറയുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അത് വളരെ സഹായകരമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറയുന്ന കാര്യം. മൂന്നാമത് പറയാനുള്ള കാര്യം, മൂന്നാം വാക്യമാണ്. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അവിടെ ആദ്യത്തെ പ്രസ്താവന ഞാൻ പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിൽ ധൈര്യപ്പെട്ട്
നമ്മൾ സുവിശേഷം പറയണം എന്നുള്ളതായിരിക്കുന്ന കാര്യം. ഇതെങ്ങനെയാണ് ഈ ധൈര്യം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അത് പറഞ്ഞു അവിടെ വളരെ കാലം പാർത്തു. ആ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, അവിടെ താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ പാർത്തു എന്ന് പറയുന്ന പ്രസ്താവന, ആ വാക്ക് തന്നെ ശ്രദ്ധിച്ചറിയാം. ഈ വളരെ ബുദ്ധിമുട്ട് സഹിച്ച്, പ്രതികൂലങ്ങൾ സഹിച്ച്, വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്ന് ആ നിലയിലാണ് അവരവിടെ താമസിച്ചത്. സുവിശേഷത്തിന് ഒരു സാധ്യതയുണ്ട്, സുവിശേഷം വിശ്വസിക്കുവാനായിട്ട് മനുഷ്യരുണ്ട്, സുവിശേഷം കേൾക്കാനായിട്ട് ആളുകളുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യമായപ്പോൾ തങ്ങൾക്ക് വരുന്ന കഷ്ടതയും ബുദ്ധിമുട്ടും ഒന്നും നോക്കാതെ അവിടെ പിടിച്ചു നിൽക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർത്ത് പറഞ്ഞത് ഇതെങ്ങനെയാണ് സാധിച്ചതെന്നുള്ളതിനാണ്. കർത്താവിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പുനഃസഹോദരങ്ങളെ ഞാൻ പറയാം, നമ്മൾ ധൈര്യം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുക്രിസ്തു നമുക്ക് തരുന്ന ധൈര്യമാണ്. അതാണ് നമ്മുടെ ധൈര്യം. കർത്താവിൽ ധൈര്യപ്പെട്ടു. They were encouraged, they were strengthened by the Lord Jesus Christ. നമ്മളെല്ലാവരും ക്ഷീണിച്ചു പോകുന്ന ആളുകളാണ് കേട്ടോ, ക്ഷീണിച്ചു പോകുന്ന ആളാണ്. എന്നാൽ ഈ ക്ഷീണം വരാതെ സുവിശേഷത്തിൽ ധൈര്യപ്പെടുവാനായിട്ട് നമുക്ക് കാരണമായിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കമായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയമാണ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്ന ധൈര്യമാണ്. നമ്മളുടെ ധൈര്യത്തിലും നമ്മളുടെ മറ്റ് പരിജ്ഞാനത്തിലും ഒന്നുമല്ല നമ്മളുടെ ആത്യന്തികമായിരിക്കുന്ന ഉറപ്പെന്ന് പറയുന്നതല്ല. നമ്മളുടെ ഉറപ്പെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു നമ്മളെ ധൈര്യപ്പെടുത്തും, കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ബലപ്പെടുത്തും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ് നമുക്ക് ഉള്ളത്. അവിടെ കർത്താവിൽ ആശ്രയിച്ച് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെയൊക്കെ വിധേയം എന്താ? ദൈവാശ്രയമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് മനുഷ്യൻ രക്ഷിക്കപ്പെടുമെന്ന് നമ്മളെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? കാര്യം ചോദിച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ചാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം പറയുന്ന സുവിശേഷം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വിശ്വാസമായി പരിണമിപ്പിച്ച് അവർ വിശ്വസിക്കും എന്നുള്ള കർത്താവിൻ്റെ ആ വാഗ്ദാനമാണ്, ആ കർത്താവിലുള്ള ധൈര്യമാണ്, കർത്താവിലുള്ള ആശ്രയമാണ് നമ്മുടെ ധൈര്യമായിട്ടിരിക്കുന്നത്. അവർ ഈ രണ്ട് കാര്യങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ധൈര്യപ്പെടാൻ കഴിയുകയുള്ളൂ. നമ്മളുടെ കർത്താവിലുള്ള ആശ്രയമാണ്, കർത്താവിനോടുള്ള വിധേയത്വമാണ്, കർത്താവിനുള്ള വിശ്വാസമാണ് നമ്മുടെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചിരുന്നത്. പ്രാഗൽഭ്യം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കിൽ, പ്രാഗൽഭ്യം എന്ന് പറയുന്ന വാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞറിയുന്ന ക്ലാരിറ്റി ആൻഡ് ഓൾസോ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിലുള്ളതായിരിക്കുന്ന ഈ ആശ്രയത്തിൽ വ്യക്തമായി ധൈര്യത്തോടുകൂടെ ദൈവവചനം പറയുക എന്ന ആശയം അതിലുണ്ട്. അപ്പം ഞാൻ മൂന്നാമത്തെ എൻ്റെ പ്രസ്താവന ഞാൻ പറയാം. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനം പ്രസംഗിക്കാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ദൈവം നമുക്ക് തുണ നിൽക്കും എന്നതാണ് ഈ വാക്യത്തിൽ എന്ന് പറയുന്നത്. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. എൻ്റെ പൊന്ന സഹോദരങ്ങളെ ഞാൻ പറയാം, കർത്താവിൽ ആശ്രയിച്ച് സുവിശേഷം പറയാനായിട്ട് നമ്മൾ മനസ്സ് വെച്ചാൽ സുവിശേഷത്തിന് സാക്ഷി നിൽക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. കർത്താവിൽ ആശ്രയിച്ച് സുവിശേഷം പറയുവാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ആ സുവിശേഷത്തിന് സാക്ഷി നിൽക്കുവാൻ ഗോഡ് വിൽ വിറ്റ്നസ് ടു ഇറ്റ്. കർത്താവായ യേശുക്രിസ്തു ആ വചനത്തിന് സാക്ഷി നിൽക്കും. എങ്ങനെയാണ് സാക്ഷി നിന്നെന്നുള്ളവർ പറഞ്ഞിട്ടുണ്ടോ? അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ ദൈവം വരം നൽകി. നമ്മൾ സുവിശേഷം പറയാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മനസ്സ് വെച്ചാൽ, കർത്താവിൻ്റെ സുവിശേഷം പറയാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മനസ്സ് വെച്ചാൽ കർത്താവ് തൻ്റെ വചനത്തിന് സാക്ഷി നിൽക്കും. കർത്താവ് ആ വചനത്തോട് ചേർന്ന് നാം പറഞ്ഞതായിരിക്കുന്ന വചനത്തെ ദൈവം ഉപയോഗിച്ച് മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ, അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവം തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. സുവിശേഷത്തിന് വേണ്ടി പറഞ്ഞൊരു നല്ല ഒരു വാക്കാണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു ഫ്രൈസാണ്. എന്താ സുവിശേഷത്തിന് ലൂക്കോസ് കൊടുക്കുന്ന ഒരു ഫ്രൈസ്? എന്താ? കൃപയുടെ വചനം. ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സമ്മറി ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന് നല്ല ഒരു വാക്കാണ് കൃപയുടെ വചനം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. കൃപയുടെ വേർഡ് ഓഫ് ഹിസ് ഗ്രേസ്, കൃപയുടെ വചനം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം കാണിച്ച ദൈവത്തിൻ്റെ കൃപയുടെ
പ്രഘോഷണമാണ് സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മളോട് കരുണ ചെയ്യുവാൻ, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, ദൈവത്തോട് നമ്മളെ നിരപ്പിക്കുവാൻ ദൈവം കരുണ കാണിച്ചിരിക്കുന്നു എന്നതാണ് സുവിശേഷം. അതാണ് പറഞ്ഞത് കൃപയുടെ വചനം. ദൈവം നമ്മളോട് കരുണ ചെയ്യുവാൻ, ദൈവം നമ്മളോട് കൃപ കാണിക്കുവാൻ, ദൈവം നമ്മളോട് മനസ്സലിയുവാൻ ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ തീരുമാനിച്ചിരിക്കുന്നു. ആ സന്ദേശമാണ് യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നതാണ്. ഗോസ്പൽ ഈസ് ഗോഡ്സ് ഗ്രേസ് റിവീൽഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ കൃപ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതാണ് സുവിശേഷം എന്ന് പറയുന്നതാണ്. ഗ്രേസ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയല്ലേ, ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മളോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ കരുണയെന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു എന്നുള്ളതല്ല കേട്ടോ. നമുക്കൊരു നല്ല ജോലി തന്നു എന്നുള്ളത് അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല. നമുക്ക് ആഹാരവും വസ്ത്രവും ഒക്കെ തന്നു എന്നുള്ളതല്ല ഏറ്റവും വലിയ കരുണ. ഏറ്റവും വലിയ കരുണയെന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ തൻ്റെ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തുവിൻ്റെ ചെലവിൽ, യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവമക്കളായി നമ്മളെ സ്വീകരിക്കുവാനായിട്ട് ദൈവം കരുണ ചെയ്തു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നതാണ്. അവിടെ ഈ സുവിശേഷം പറയാനായിട്ട് നമ്മൾ മനസ്സ് വെച്ചാൽ, ഈ കൃപയുടെ വചനം പ്രഘോഷിക്കാൻ തീരുമാനിച്ചാൽ ഈ കൃപയുടെ വചനത്തിന് കർത്താവ് സാക്ഷി നിൽക്കും. കർത്താവ് അതിനെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അത് സത്യമാണെന്നുള്ളതായിരിക്കുന്ന ബോധ്യം മനുഷ്യർക്ക് നൽകും. അതിന് സാക്ഷി നിൽക്കുവാൻ, അതിന് തുണ നിൽക്കുവാൻ കർത്താവ് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതിന് സാക്ഷി നിന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അവിടെ ആദിമ നൂറ്റാണ്ടിൽ വിശേഷാൽ ദൈവം സുവിശേഷത്തിന് സാക്ഷി നിന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിലും അങ്ങനെയല്ലേ പറയുന്നത്, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി നിന്നതും ആയിരിക്കുന്ന ഈ സുവിശേഷം എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവം സാക്ഷി നിന്ന സുവിശേഷം എന്നാണ് എബ്രായ ലേഖനകാരൻ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം ഉറപ്പിച്ച ഒരു കാര്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുവിശേഷം അതിനെക്കുറിച്ച് കർത്താവിൻ്റെ അതിനകത്ത് നമ്മൾ കാണുന്നൊരു കാര്യമാണല്ലോ, വർത്തമാനം പറയാൻ എളുപ്പമാണെന്ന് ആൾക്കാർ പറയും അല്ലേ. അപ്പോൾ കർത്താവ് തളർവാദ രോഗം പിടിച്ച ഒരു മനുഷ്യന് കർത്താവിൻ്റെ അടുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് അവനോട് എന്താ പറഞ്ഞത്? മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നത്. അവിടെ ആൾക്കാർക്ക് ഭയങ്കര പ്രയാസം. അയ്യോ, പാപങ്ങളെ മോചിക്കാനായിട്ട് ദൈവത്തിനല്ലാതെ ആർക്കാ സാധിക്കുക? പറഞ്ഞില്ലേ കേട്ടോ, ഹൃദയത്തെ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഡാർൽ ബോക്ക് എന്ന് പറയുന്ന ആൾ പറയുന്ന പോലെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് വേണ്ടാത്തൊന്നും ചിന്തിക്കരുത് കേട്ടോ. കാര്യം എന്താ? ചിന്തിച്ച കർത്താവിനെ അറിയാം. അതുകൊണ്ട് ഇവർ ചിന്തിച്ചു, പറഞ്ഞില്ല കേട്ടോ. പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിനല്ലാതെ ആർക്കാണ് സാധിക്കുക എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു. ഉടനെ കർത്താവ് ചോദിച്ചൊരു ചോദ്യം, പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം, അതോ നീ എഴുന്നേറ്റ് വീട്ടിൽ പോകാം ഏത് പറയുന്നതാണോ എളുപ്പം? ഏതാ പറയുന്നത് എളുപ്പം? ഏതാ എളുപ്പം? പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. കത്തോലിക്കയിലെ പുരോഹിതന്മാരൊക്കെ പറയും, കൈ ഇങ്ങനെ വന്നിട്ട് വെച്ച് പറയും പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പാപങ്ങൾ മോചിച്ചില്ല എന്ന് ആർക്കറിയാം? ആരെങ്കിലും കാണുമോ? പാപം വന്നപ്പോൾ പാപം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പാപം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഞാൻ എന്ത് ചെയ്തു? കണ്ടു. അങ്ങനെ കാണാൻ പറ്റുക? ആ പ്രസ്താവനയ്ക്കകത്ത് തെളിവുകളൊന്നുമില്ല, ഒരു വിശ്വാസമാണത്. പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. കർത്താവ് അതുകൊണ്ടെന്താ പറഞ്ഞേ? മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാണ്. പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നത് അങ്ങനെയല്ല പറഞ്ഞത്. മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് എന്നറിയേണ്ടതിന് നിനി കിടക്കെടുത്ത് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞത് അത് കാണാൻ പറ്റും അല്ലേ? അല്ലേ? ഈ മനുഷ്യൻ ജനിച്ചതിന് ശേഷം അവൻ്റെ കാലുകൾ
ഉറപ്പിച്ച് അവൻ ഒരിക്കലും നടന്നിട്ടില്ല. ആ മനുഷ്യനോട് പറഞ്ഞു, എഴുന്നേറ്റ് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ എല്ലാവരും നടുങ്ങിയോട് അവൻ എഴുന്നേറ്റ് പായും ചുരുട്ടി കക്ഷത്തിലേക്ക് വെച്ച് ഒരൊറ്റ പോക്ക്. എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായി ദൈവം തൻ്റെ വചനത്തിന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷി നിൽക്കുന്ന ദൈവമാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെ താൻ ചെയ്യും എന്നുള്ളത് തൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു പറഞ്ഞ അവളെ തെളിവെന്തുവാ? ഈ മനുഷ്യനോട് പറഞ്ഞ് എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അതിയാല് അപ്പോൾ അതിനെക്കുറിച്ച് വേറെ സമയത്ത് ആളുകൾ പരാതിപ്പെട്ടു കേട്ടോ. എന്താ പരാതിപ്പെട്ടത്? ശബത്തിൽ ഈ പായ് കക്ഷത്തി വയ്ക്കുന്നത് ശരിയല്ലെന്ന്. എന്തോ മനുഷ്യന്മാരാന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ജീവകാലത്ത് ഒരിക്കലും നടന്നിട്ടില്ല. ഈ മനുഷ്യൻ ഇപ്പൊ കക്ഷത്തിൽ പാവിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്തോ മനുഷ്യരാ. ഏതായാലും ശരി, ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷി നിൽക്കുന്ന ദൈവമാണ്. അപ്പം ഇതിനെ സംബന്ധിച്ച്, അത്ഭുതങ്ങളും അടയാളങ്ങളെയും സംബന്ധിച്ച് ഞാൻ അടുത്ത പ്രസംഗത്തിൽ നിങ്ങളോട് പറഞ്ഞോളാം. കാര്യം ഇതൊരു ഭയങ്കര പരിപാടിയാണ് കേട്ടോ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്നത് ഒരു ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ അതിലുള്ള അപകടത്തെക്കുറിച്ചും കൂടെ ഞാൻ നിങ്ങളോട് അടുത്ത ആഴ്ച പറഞ്ഞോളാം. ഈ ആഴ്ച ഞാനിത് പറയാൻ പോയാൽ എനിക്ക് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞോളാം. അത്ഭുതങ്ങളും അടയാളങ്ങളും 1-ാം നൂറ്റാണ്ടിൽ നടന്നതുപോലെ തന്നെ ഇന്നും നടക്കുന്നുണ്ടോ? അത്ഭുതങ്ങളും അടയാളങ്ങളും സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാനായിട്ട് അനിവാര്യമാണോ? നമ്മൾ സുവിശേഷം പറഞ്ഞാൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെയുള്ളതായിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിന് ഞാൻ അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് മറുപടി പറയാം. അവിടെ ഞാൻ 3 കാര്യം പറഞ്ഞു. നമ്മൾ സുവിശേഷത്തിൽ ധൈര്യപ്പെട്ട് സുവിശേഷം പറഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കും. സുവിശേഷത്തിൻ്റെ ശത്രുക്കൾ മനുഷ്യരുടെ ഹൃദയത്തിൽ വിഷം കലർത്തിയിരിക്കുകയാണ് സുവിശേഷം വിശ്വസിക്കാതിരിക്കാനായിട്ട്. എന്നാൽ കർത്താവിൽ ധൈര്യപ്പെട്ട് സുവിശേഷം പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം തന്നെ സുവിശേഷത്തിന് സാക്ഷി നിന്ന് മനുഷ്യർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു നിലയുണ്ടാക്കും എന്നതാണ് ഞാൻ 3-ാമത് പറയുന്നത്. 4-ാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലുസ്ര, ദർബ എന്ന ലുക്കവൂന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോകും. അപ്പം ഞാൻ 4-ാമത് പറയാൻ ആഗ്രഹിക്കുന്ന പ്രസ്താവന, there is a time to stay and fight and then there is a time to leave. നിന്ന് യുദ്ധം ചെയ്യാനായിട്ടൊരു കാലമുണ്ട്, പിന്നീട് ഓടിപ്പോകാനായിട്ട് ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ പറയാം, സുവിശേഷ ഘോഷണവും ദൈവവേലയും എല്ലാം ഏത് നിലയിൽ ക്രമീകരിക്കണമെന്നുള്ളത് പ്രാർത്ഥനാപൂർവം ബുദ്ധിയോടുകൂടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പ്രാർത്ഥനാപൂർവം ബുദ്ധിയോടുകൂടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പിടിച്ചു നിൽക്കുവാൻ ആവശ്യമുള്ള സന്ദർഭങ്ങളുണ്ട്. പിടിച്ചു നിൽക്കുവാൻ ആവശ്യമായി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നും വന്നിട്ടും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു കാലമുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്, അങ്ങനെയുള്ള സമയങ്ങളുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ ഓടിപ്പോകാനായിട്ടുള്ള ആവശ്യവും ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു കമൻറ്റേറ്റർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ മരണകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെടാനായിട്ട് തീരുമാനിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് വലിയ ആയുസ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഹി വുഡ് ഹാവ് ബീൻ കിൽഡ് വെരി ഏർലി ഇൻ ഹിസ് ലൈഫ് ഇഫ് ഹി വാസ് നോട്ട് കെയർഫുൾ. താൻ ബുദ്ധിപൂർവമായ രീതിയിൽ ആളുകൾ കൊല്ലാൻ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം, ഹിസ് ലൈഫ് വുഡ് ഹാവ് ബീൻ വെരി ഷോർട്ട്. നമുക്കറിയാമല്ലോ, നേരത്തെ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആരംഭകാലത്ത് അരോവയിലെ രാജാവല്ലേ, അരേത രാജാവ് ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് എന്ത് ചെയ്തു? കാവൽ നിർത്തി. അവരെന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? സഹോദരന്മാർ അദ്ദേഹത്തെ ഒരു കൊട്ടയിലാക്കി പുറകിലെ
ജനലിൽ കൂടെ താഴോട്ട് ഇറക്കി അദ്ദേഹം ഈ മതിലിനപ്പുറത്ത് ചാടി ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനാ, എന്നെ കൊല്ലാനൊന്നും ആർക്കും സാധിക്കൊന്നുമില്ല, കൊല്ലാൻ വരുന്നു കൊല്ലണ്ട എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ വലിയ കുട്ടപ്പനായിട്ട് ഇറങ്ങി താഴോട്ട് വന്ന് അവിടെ വന്നായിരുന്നു അന്നേരമേ പിടിച്ചേനി അവർ. അപ്പം ഞാൻ പറയുന്നത്, പിടിച്ചു നിൽക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു കാലമുണ്ട് കേട്ടോ. വിട്ടുകളയാനും ഓടിപ്പോകാനുമുള്ളതായിരിക്കുന്ന ഒരു കാലം ഉണ്ട്. ഞാൻ പറയാം, മാനുഷിക ബന്ധങ്ങളെ സംബന്ധിച്ചും സഭാബന്ധങ്ങളെക്കുറിച്ചും സമൂഹങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതൊരു ബാധകമായിരിക്കുന്ന പ്രസ്താവനയാണ്. പിടിച്ചു നിൽക്കാനൊരു കാലമുണ്ട്. നമ്മൾ മാർട്ടിൻ ലൂഥർ യഥാർത്ഥത്തിൽ സുവിശേഷം പറയുകയും വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം കത്തോലിക്ക സഭ വിട്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു കേട്ടോ. കത്തോലിക്ക സഭയിൽ മാനസാന്തരം വരുത്തി അവരുടെ ആശയങ്ങൾ വ്യത്യാസപ്പെടുത്തി അവരോട് ചേർന്ന് ഒരു മാനസാന്തരപ്പെട്ട സഭയായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വിചാരിച്ചത്. അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ. There was a time in which he fought with the leaders so that there might be a change in the church. സഭയിലൊരു വ്യത്യാസം ഉണ്ടാക്കി സുവിശേഷം പ്രസംഗിക്കുവാനും സുവിശേഷം വിശ്വസിക്കുവാനും ആളുകൾക്ക് അവസരമുണ്ടാകും എന്ന് വിചാരിച്ച് അതിൽ പിടിച്ചു നിന്ന് ഒരുപാട് കാലം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ നിന്ന കാര്യം ശരിയാവില്ല. Then he left. അപ്പം ഞാൻ പറയാം, നമ്മൾ സുവിശേഷ പ്രസംഗത്തെ സംബന്ധിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ we have to be very very careful. ചാടിപ്പിടിച്ച് എല്ലാം തള്ളി ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ദൈവികമല്ല. നമ്മൾ സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത എവിടെയാണുള്ളത് അല്ലേ? സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? The first thing that we do, we leave. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ഒരു ചെറിയ അനക്കം കണ്ടാൽ മതി, അപ്പോൾ സഭ ശരിയല്ല കേട്ടോ, ഞാൻ സഭ വിട്ടു പോകാൻ. നിങ്ങൾ കുറേ സഭ വിടേണ്ടി വരും ഇല്ലയോ? കുറേ സഭ വിടേണ്ടതായിട്ട് വരും. അപ്പുറത്തെ സഭയിൽ ചെന്നപ്പോൾ പിന്നെ വരാൻ നിൽക്കും, അവിടെ നിന്നും വിട്ടു. ഇപ്പോൾ പുള്ളി എവിടെയാ നടക്കുക, ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, അതൊരു നല്ല സമീപനമല്ല കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് ദൈവഹിതപ്രകാരം അതിനെ കൈകാര്യം ചെയ്ത് പിടിച്ചു നിൽക്കുവാൻ അതിനുള്ള ഒരാവശ്യമുണ്ട്. എന്നാൽ ചില അവസരങ്ങൾ വരുമ്പോൾ ഈ പിടിച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? വിട്ടുകളയാനുള്ളതായിരിക്കുന്ന ധൈര്യവും നമ്മൾ കാണിക്കണം. അവിടെ ഇവർ വളരെ കാലം അവിടെ പാർത്തു. വളരെ ബുദ്ധിമുട്ടും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചാണ് അവരവിടെ നിന്നത്. എന്നാൽ അവരുടെ ജീവന് ഭീഷണിയായി അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളും കൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലുസ്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്ക് ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി. അപ്പം ഞാൻ സുവിശേഷ പ്രകാശനത്തെക്കുറിച്ച് പറയാം. ബുദ്ധിപൂർവമായിട്ട് വേണം സുവിശേഷം പറയാൻ. നമ്മൾ ചെന്ന് കയറി അടി വാങ്ങിച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ചില അവസരങ്ങളും സാധിക്കില്ലുണ്ടോ. നമ്മൾ സുവിശേഷം പറയാനായിട്ട് നിൽക്കുന്നു. എനിക്കറിയാം, നമ്മൾ കലൂരുണ്ടായിരുന്ന സഹോദരനുണ്ടല്ലോ, വർഗീസ് സഹോദരൻ. അപ്പോൾ അദ്ദേഹം സുവിശേഷം പറയാനായിട്ട് സ്ഥലത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രതികൂല ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കീബോർഡും മറ്റും ഒക്കെ ഉണ്ട്. ഓടിപ്പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അവർ വളരെ ഉപദ്രവിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ചു പോകാനുള്ളൊരു കാരണം അതാണ്. അന്ന് ലഭിച്ചതായിരിക്കുന്ന മർദ്ദനമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായത്. അത് അദ്ദേഹം നിവൃത്തിയില്ലാതെ ചെയ്തതാണ് കേട്ടോ. എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോകായിരുന്നു. അപ്പോൾ നമ്മൾ ചില അവസരങ്ങളിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്തിന് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആളാണ്. ഒരിക്കലും അദ്ദേഹം അവനെ മരിക്കുകയും ചെയ്യും. എന്നാൽ അത് ഒഴിവാക്കുവാനും ഓടിപ്പോകുവാനും ഒരു സാധ്യതയുണ്ട് എങ്കിൽ നമ്മൾ ബുദ്ധിരഹിതമായ രീതിയിൽ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളും അകപ്പെടരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. വി ഹാവ് ടു ബി വൈസ് അല്ലേ? ദേശത്തെ നിയമങ്ങൾ നമുക്കെതിരാണ്, പോലീസ് എതിരാണ് എങ്കിൽ പോലീസിൻ്റെ കയ്യിൽ ചെന്ന് ചുമ്മാതെ കയറാനായിട്ടുള്ള അവസരം ഉണ്ടാക്കരുത്. ബുദ്ധിപൂർവമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ നമുക്കെതിരാണ്, പ്രാർത്ഥിക്കുന്നതിനെതിരാണ് എങ്കിൽ ബുദ്ധിപൂർവമേ പ്രാർത്ഥന ക്രമീകരിക്കാവൂ. ആളുകൾ നമ്മളെ തല്ലാൻ വരുമെങ്കിൽ ആ തല്ലാനുള്ളതായിരിക്കുന്ന സ്ഥലത്തെ പ്രാർത്ഥന മീറ്റിംഗ് നടത്താനായിട്ട് നമ്മൾ തീരുമാനിക്കരുത്. എന്നാൽ ചില അവസരങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമ്മളെ ധൈര്യപ്പെടുത്തുകയാണെങ്കിൽ
ചിലപ്പോൾ അത് ചെയ്യേണ്ടതായിട്ട് വരും, അത് വേറെ കാര്യം. എങ്കിലും ബുദ്ധിപൂർവമായിരിക്കുന്ന ഒരു തീരുമാനം സുവിശേഷ ഘോഷണത്തെ സംബന്ധിച്ചും ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചും നമുക്ക് ആവശ്യമാണ്. ചില ആളുകൾ വളരെ അന്ധമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞ് ബുദ്ധിരഹിതമായ രീതിയിൽ പ്രവർത്തിച്ച അബദ്ധത്തിൽ അകപ്പെട്ടതുണ്ട്. അത് ദൈവം അനുവദിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ കഥ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മനുഷ്യന് ഭയങ്കര ദൈവാസനമുള്ള മനുഷ്യനാണ്. അവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെള്ളം കയറി ഇനി വെള്ളം ഈ വീട് മുങ്ങിപ്പോകും, ഇദ്ദേഹം ഒഴുകിപ്പോകുന്ന സ്ഥിതി. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം ഇതിനെ പിടിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഒരു വള്ളക്കാരൻ അതുവഴി വന്നു. ചേട്ടാ കയറിക്കോ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, ദൈവം എന്നെ രക്ഷിക്കും, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു ബോട്ടുകാരനോ വരാണ്ട് അതിൽ വന്നപ്പോഴും പുള്ളി പറഞ്ഞു, ഇല്ല ഞാൻ വരികയില്ല, ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അവസാനം പുള്ളി വെള്ളത്തിൽ അകപ്പെട്ട് മരിച്ചുപോയി. ഇത് കഥയാകട്ടോ. മരിച്ചതിന് ശേഷം ഇദ്ദേഹം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് കർത്താവിന് ചോദിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് രക്ഷിക്കുമെന്ന് വിചാരിച്ചാണല്ലോ ഞാൻ ഇവരെ എല്ലാം പറഞ്ഞു വിട്ടത്, എന്താ എന്നെ രക്ഷിക്കാമെന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, മോനെ, നിന്നെ രക്ഷിക്കാനായിട്ട് നീ രണ്ടുപേരെ പറഞ്ഞയച്ചല്ലോ, നീ എന്താ കയറാഞ്ഞത്? എൻ്റെ പൊന്നു മോനെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ രണ്ടുപേരെ വിട്ടു. ആദ്യം ഒരു വള്ളക്കാരനെ വിട്ടു, നീ കയറുകയില്ല. എന്ത് ചെയ്യും? പിന്നെ ഒരു ബോട്ടുകാരനെ വിട്ടു, എന്നിട്ടും കയറുകയില്ല. എന്നിട്ട് കർത്താവ് രക്ഷിച്ചില്ല. അത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, പിടിച്ചു നിൽക്കാനായിട്ട് ഉള്ള ഒരു കാലമുണ്ട്. ആവശ്യമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച് വിട്ടുകളയുകയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു കാലമുണ്ട്. എന്നാൽ നിലപാടൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ. ബുദ്ധിപൂർവമായ രീതി ജീവന് ഭീഷണിയും സ്വത്തിന് ഭീഷണിയും ഒക്കെ ആയിട്ട് ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് പ്രകോപനമുണ്ടാക്കി അവർക്ക് നമ്മളെ ആക്രമിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് ആ നിലയിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞത് അവസാനിപ്പിക്കാം. നമ്മൾ സുവിശേഷം പറയണം. സുവിശേഷത്തിലുള്ള നമ്മളെ ധൈര്യം നമ്മൾ ഉറപ്പിക്കണം. സുവിശേഷം വിശ്വസിക്കുന്നു എന്നത് നമ്മുടെ പ്രഘോഷങ്ങളിലൂടെ വ്യക്തമാക്കണം. സുവിശേഷം സത്യസന്ധമായ രീതിയിൽ വിശ്വസിച്ച് പ്രഘോഷിക്കുന്ന ആളുകളെ ദൈവം മനുഷ്യരെ രക്ഷിക്കാനുള്ള മുഖാന്തരമായിട്ട് ഉപയോഗിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മളെ കേൾക്കുന്ന ആളുകൾ സുവിശേഷത്തിനെതിരെ വിഷം കുത്തിവെച്ച ആളുകളാണെന്ന് അതിനെ സ്വീകരിക്കാനായിട്ട് വലിയ പ്രയാസമുണ്ടാകത്തക്ക രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിനെതിരെ ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ധൈര്യം കർത്താവായ യേശുക്രിസ്തുവിലും തൻ്റെ പരിശുദ്ധാത്മാവിലുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തുകയും അതിനുള്ള ബോധ്യങ്ങൾ നമുക്ക് തരികയും ചെയ്യുമ്പോൾ, നാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കർത്താവ് തന്നെ ആ സുവിശേഷത്തിന് സാക്ഷ്യം നിന്ന് സുവിശേഷത്തിൻ്റെ സത്യസന്ധതയും അതിൻ്റെ വിശ്വാസ്യതയും മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നമ്മൾ മനസ്സ് വയ്ക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സുവിശേഷം ബുദ്ധിപൂർവമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ട് എങ്കിലും ബുദ്ധിപൂർവമായ രീതിയിൽ അന്യായമായ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നമ്മൾ ഒഴിവാക്കണം എന്നതാണ് ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സുവിശേഷം പറയും എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവം നമ്മളെ സുവിശേഷത്തിൻ്റെ വാഹകന്മാരാക്കി മനുഷ്യരുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ വിലയേറിയ സുവിശേഷം ഞങ്ങളെ പരമേൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടി അങ്ങയെ സ്തുതിക്കുന്നു. ധൈര്യമായി ഈ സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണം. കർത്താവ് ഞങ്ങളുടെ സുവിശേഷത്തിന് തുണ നിൽക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിൽ കൂടെ അനേകം ആളുകൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ ഈ നാളുകളിൽ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.